ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജാലി തോട്ടത്തുമിയാലിൽ. അപ്പോ നമുക്കിന്നൊരു ഗ്രാമർ ഗെയിം കളിച്ചാലോ? ഗ്രാമർ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 5 ക്വസ്റ്റ്യൻസ് തരും, 5 ട്രിക്കി സെന്റൻസസ്. ആ സെന്റൻസുകളിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാവും. ആ ഗ്രാമർ മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഗെയിമിന്റെ അവസാനം നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് നോക്കാം. അതിന് എന്ത് ചെയ്യണം എന്നറിയോ? ഒരു പേപ്പർ എടുക്കുക, സ്കോർ എഴുതി വെച്ചോളാം. ക്വസ്റ്റ്യൻ എത്ര ശരിയായി, എത്ര തെറ്റിപ്പോയി എന്നുള്ളത് ലാസ്റ്റ് പറയണം കേട്ടോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗെയിമിന്റെ റൂൾസ് പറയാം. ഓരോ ക്വസ്റ്റ്യനും 10 സെക്കൻഡ് വീതം നിങ്ങൾക്ക് കിട്ടും. ആ 10 സെക്കൻഡ് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ആൻസർ എന്താന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഞാൻ ആൻസർ പറയും. അപ്പൊ നിങ്ങളുടെ ആൻസറും എന്റെ ആൻസറും സെയിം ആണോ എന്ന് നോക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം, The boy and the girl was playing in the park. കറക്റ്റ് സെന്റൻസ് ഇതാണ്. The boy and the girl were playing in the park. ആൻസർ ശരിയായെങ്കിൽ ശരിയായവരോടൊരു ചോദ്യം. ദി ബോയ് ആൻഡ് ദ ഗേൾ വർ പ്ലേയിങ് ഇൻ ദ പാർക്ക് എന്നുള്ളതാണല്ലോ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വാസ് ആണ്. അതായത് സെന്റൻസ് അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. ദ ബോയ് ആൻഡ് ദ ഗേൾ വാസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് എന്നുള്ളതിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ വാസിനെ അവിടെ തന്നെ വെക്കാം. വാസിനെ മാറ്റേണ്ട ആവശ്യം വരില്ല. അങ്ങനെ വാസിനെ മാറ്റാതിരിക്കണമെങ്കിൽ ക്വസ്റ്റ്യനകത്ത് എന്ത് മാറ്റം വരുത്തണം? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ എന്നറിയില്ല, ഒന്നുകൂടെ പറയാം. ദ ബോയ് ആൻഡ് ദ ഗേൾ വാസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് എന്നുള്ളത് അത് ഞാൻ തന്ന സെന്റൻസ്. അതിൽ വാസ് മാറ്റി വേറെ വരണം എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഉത്തരമാവാനുള്ള കാര്യം. പക്ഷേ നമ്മൾ ആ വാസിനെ മാറ്റുന്നില്ല, മുൻഭാഗം മാറ്റണം. അപ്പൊ നിങ്ങൾ അത് എങ്ങനെ മാറ്റും? അതൊന്ന് കമന്റ് ചെയ്തേ. നോക്ക്, ചോദ്യം തന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഉത്തരം തന്നിട്ട് ചോദ്യം കണ്ടുപിടിക്കാൻ ലെജൻസിനെ പറ്റുള്ളൂ. നിങ്ങൾ ഒരു ലെജൻഡ് ആണോ നമുക്ക് നോക്കിയാലോ? ഇങ്ങനെ ലെജൻഡറി ആയിട്ടാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനകത്ത് എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറ്. അതായത് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ ലെവലിലോട്ട് ഉയർന്നു. അപ്പൊ നമ്മൾ ആരായി ആലോചിച്ച് നോക്ക്. അങ്ങനെ നിങ്ങൾക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രാമർ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും പിൻഡ് കമന്റിനകത്തും ഉണ്ടാവും. അപ്പോൾ ലെജൻസ് എല്ലാവരും കമന്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ വാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ സെന്റൻസ്, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ വർക്ക്. ഈ സെന്റൻസിലെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കറക്റ്റ് അല്ല. അപ്പൊ അത് കറക്റ്റ് ആക്കിയിട്ടുള്ള കറക്റ്റ് സെന്റൻസ് എന്താണെന്ന് പറയട്ടെ. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ വർക്ക് ആണ്. ഈസ് ആണ് വരേണ്ടത്. നേരത്തെ ആറായിരുന്നു പറഞ്ഞത്, ഇപ്പോൾ ഈസ് ആണ് വരേണ്ടത്. ഇതിന്റെ സ്കോർ എഴുതി വെച്ചോ? ശരിയായോ തെറ്റായോ? ശരിയായെങ്കിൽ സ്കോർ എഴുതി വെക്കുക, തെറ്റായെങ്കിൽ ശരി ഉത്തരം എഴുതി വെക്കുക. അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. She doesn't likes coffee, but she drinks tea. ഇവിടെ വേർബിന്റെ ഫോമിനാണ് മിസ്റ്റേക്ക് വന്നേക്കുന്നത്. അതായത് വേർബ് ഫോം തെറ്റാണ്. അപ്പൊ കറക്റ്റ് ഫോം എന്താണ്? ഷീ ഡസൻറ്റ് ലൈക്ക് കോഫി എന്നും ഷീ ഡ്രിങ്ക്സ് ടീ എന്നും വരണം. അപ്പൊ ഡസൻറ്റ് കഴിഞ്ഞിട്ട് ലൈക്ക് ആണ് വരേണ്ടത്, ലൈക്സ് അല്ല. അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, പോയി നോക്കിയാൽ മതി. വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതും ഒരു സെന്റൻസിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കുന്നതും, ഇങ്ങനെ 2 വീഡിയോസ് ഉണ്ട്. അത് രണ്ടും നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഞാൻ കൊടുത്തേക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയെങ്കിൽ വിഷമിക്കണ്ട, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്.
അപ്പൊ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബിറ്റ്വീൻ യു ആൻഡ് ഐ ദ മൂവി വാസൻ ഗ്രേറ്റ്. ഇവിടെ പ്രൊനൗൺ ആണ് തെറ്റിപ്പോയത്. ബിറ്റ്വീൻ യു ആൻഡ് മീ ദ മൂവി വാസൻറ്റ് ഗ്രേറ്റ് അങ്ങനെയായിരുന്നു വരണ്ടേ. യു ആൻഡ് ഐ അല്ല, യു ആൻഡ് മീ ആണ്. കാരണം ഐ എന്നുള്ളത് ബിറ്റ്വീൻ കഴിഞ്ഞ് വന്നപ്പോ അത് ശരിക്കും ഐ ആയിട്ടല്ല മീ ആയിട്ടാണ് വരുന്നത്. കാരണം അത് അവിടെ ഒബ്ജക്റ്റ് ആയി. സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് ഐ, ഒബ്ജക്റ്റീവ് പ്രോനൗൺ മീ ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇതുവരെയുള്ള ഈ ക്വിസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, ഈ ഗ്രാമർ ഗെയിം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അപ്പൊ നമുക്കിത് മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്ന് മനസ്സിലാവുമല്ലോ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞെന്നാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് ഐ വാസ് യു ഐ വുഡ് ടേക്ക് ദ ജോബ്. ഈ സെന്റൻസിൽ ക്ലോസ് തെറ്റിപ്പോയി. ഇവിടെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുവാണ്, ഞാൻ നീ ആയിരുന്നെങ്കിൽ എന്നൊരു ഇമാജിനേഷൻ ആണ്. ഇമാജിനേഷനിൽ നമ്മൾ ഐ വേർ എന്നാണ് പറയാ. ഇഫ് ഐ വേർ യു ഐ വുഡ് ടേക്ക് ദ ജോബ്. ഇഫ് ക്ലോസ് ഉണ്ടല്ലോ, അതായത് ഈ കണ്ടീഷണൽ ക്ലോസ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര സിമ്പിളാ. വെറും 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. അത് ഫുൾ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് കാണാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഉണ്ടാവും. ഇനി പറഞ്ഞോളൂ, നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി? കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ഉണ്ടല്ലോ, ഈ കോഴ്സ്, ഈ ഗ്രാമർ സെഷൻസ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫുൾ കോഴ്സ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ജോയിൻ ചെയ്യാം കേട്ടോ. താല്പര്യമുള്ളവർ പിന്നീട് കമന്റിൽ പോയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. യൂട്യൂബിൽ ഇതുപോലത്തെ 100,000 വീഡിയോസ് ഉണ്ടാവും. അതിനകത്ത് എൻ്റെ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി, എന്നാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.